ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശക്തി ആവശ്യമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 24:49 വാക്യം. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. എന്നാൽ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതുവരെ യെരൂശലേം നഗരത്തിൽ തന്നെ തുടരുക. ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും ദൈവമക്കൾ ശക്തിക്കായി ദാഹിക്കുന്നതും അഭിഷേകത്തിനായി കാത്തിരിക്കുന്നതും പുതിയ ശക്തിയാൽ നിറയ്ക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതും നാം കാണുന്നു. ഞങ്ങൾക്ക് ശക്തി വേണം, ദൈവമേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ, ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് അത് ആവശ്യമാണ്, ദൈവമേ ഇപ്പോൾ നൽകണമേ, ദൈവമേ എന്ന് നാം പാടുന്നു. അതെ, നമുക്ക് ശരിക്കും ശക്തി ആവശ്യമാണ്. പാപത്തെ മറികടക്കാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. ശത്രുവിനെ കീഴടക്കാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. ലോകത്തെയും ജഡത്തെയും മറികടക്കാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നേരായും വിജയകരമായും നടക്കാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. ഈ ശക്തി മനുഷ്യശക്തിയല്ല, അത് ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന ശക്തിയാണ്. സങ്കീർത്തനക്കാരൻ വ്യക്തമായും ഉറച്ചും പ്രഖ്യാപിക്കുന്നു, ദൈവം ഒരിക്കൽ സംസാരിച്ചു, 2 പ്രാവശ്യം ഞാൻ കേട്ടിരിക്കുന്നു. ആ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് സങ്കീർത്തനം 62:11 വാക്യത്തിൽ പറയപ്പെടുന്നു. അതെ, എല്ലാ ശക്തിയും ദൈവത്തിൽ കാണപ്പെടുന്നു. തിരുവെഴുത്ത് പറയുന്നു, അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തനായ ദൈവമാണ്, എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. ഇത് ഉൽപ്പത്തി പുസ്തകം 17:1 വാക്യത്തിൽ കാണപ്പെടുന്നു. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ അന്വേഷണങ്ങൾക്കപ്പുറം അത്യധികം വലിയ കാര്യങ്ങളും നമ്മുടെ എണ്ണത്തിനപ്പുറമുള്ള അത്ഭുത പ്രവൃത്തികളും ചെയ്യാൻ അവൻ ശക്തനാണ്. അവന് കഴിയാത്തതായി ഒന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ആ ശക്തി നൽകുന്നു. അവൻ ഉയരത്തിൽ നിന്ന് ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്തായ ശക്തി നിങ്ങൾ അവകാശമാക്കുന്നു. ഉയരത്തിൽ നിന്ന് ശക്തിക്കായി, ദിവ്യശക്തിക്കായി, അഭിഷേകത്തിനായി നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഉണ്ടോ? നിങ്ങൾ ദൈവസന്നിധിയിൽ വാഞ്ചയോടെയും പ്രതീക്ഷയോടെയും വരുന്നുണ്ടോ? നിങ്ങൾ ആ ശക്തിക്കായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ? ആത്മാവിന്റെ ദാനങ്ങളാൽ കിരീടം ധരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിനായി കാത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ ശക്തി കൊണ്ടുവരുന്നു. ഉയരത്തിൽ നിന്ന് ശക്തിയാൽ നാം ധരിക്കപ്പെടുന്നതുവരെ നാം കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കർത്താവിനായി കാത്തിരുന്ന ദാവീദ് രാജാവ് പ്രഖ്യാപിച്ചു, എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു, എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. ഇത് സങ്കീർത്തനം 92:10-11 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ദാവീദ് തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം അനുഭവിച്ചു. ദൈവമക്കളെ, നിങ്ങളെ ശക്തിപ്പെടുത്താനും തന്റെ ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കാനും കർത്താവ് ആഗ്രഹിക്കുന്നു. അവന്റെ സാന്നിധ്യത്തിൽ കാത്തിരിക്കാനും ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനും ആ ശക്തി സ്വീകരിക്കാനും അത് ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഫിലിപ്പിയർ 4:13 വാക്യം. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ലേവ്യ പുസ്തകം 4-5 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി സുവിശേഷം 24 29 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.